പാലക്കാടും വയനാടും ഒക്കെ തന്നെ പലപ്പോഴും വന്യജീവി ആക്രമണമൊക്കെ അതെ അതെ നാട്ടുകാരുടെ ഒരു പ്രതിഷേധം സ്വാഭാവികമായിട്ട് വരും. അതെ UDF അങ്ങനെ പ്രതിഷേധം നടത്തിയത് രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് തന്നെയാണെന്ന് ഉറപ്പിക്കുകയാണോ? UDF ഈ രാഷ്ട്രീയ ലക്ഷ്യം ഇന്ന് മാത്രമല്ലല്ലോ, അവർ ഈ കേരളത്തിൽ നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ വന്യമൃഗശല്യം അവർക്ക് തന്നെ അറിയാം. 1972 കേന്ദ്ര നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വന്യമൃഗശല്യം അതിരൂക്ഷമായിട്ടുള്ളത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ കേരളത്തിലെ കോൺഗ്രസും UDFും കേന്ദ്രത്തിനെതിരെ എന്തെങ്കിലും വർത്തമാനം പറയാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അവർ നേരെ ഒരു ചെറുവിരൽ അവരനക്കില്ല. ഇതിനെല്ലാം കാരണം കേരളത്തിലെ LDF ഗവൺമെൻറ്റാണ്. പത്രക്കാർക്ക് നിങ്ങൾക്കറിയാമല്ലോ എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ ശരിക്കും പരിശോധിക്കുമ്പോൾ കോൺഗ്രസ് UDF ആണ് ഈ കാര്യത്തിൽ രാഷ്ട്രീയം കളിക്കുന്നത്. അതാണ് മനസ്സിലാക്കേണ്ട കാര്യം. മുൻപൊക്കെ ഇത്തരത്തിൽ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ മരണമൊക്കെ സംഭവിക്കാറുണ്ട് പല സ്ഥലങ്ങളിലും. അവിടെയൊന്നും ഈ രീതിയിൽ രാഷ്ട്രീയ നേതാക്കളോ പ്രധാനപ്പെട്ട നേതാക്കളോ ഒന്നും എത്താറില്ല. പക്ഷേ ഇന്നിപ്പോൾ നിലമ്പൂരിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ പ്രധാനപ്പെട്ട എല്ലാ CPM നേതാക്കളും കോൺഗ്രസ് നേതാക്കളും ഒക്കെ എത്തുന്നു. അല്ല, അതൊരു പശ്ചാത്തലത്തിൽ തന്നെയല്ലേ അല്ല, ഇത് യാദൃച്ഛികമായിട്ട് ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നു. തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയക്കാരും സ്ഥലത്തുണ്ട്, സ്വാഭാവികം. ആ സമയത്ത് ഇങ്ങനൊരു അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ രാഷ്ട്രീയ നേതാക്കന്മാർ ഇവിടെ വരണ്ടേ? അത് വരണം. ഞാൻ ഇലക്ഷനില്ലാത്ത സമയത്ത് കഴിഞ്ഞ പ്രാവശ്യം അവിടെ പാലക്കാട് ഒരു കുട്ടി അല്ലേ 3 പേര് വെള്ളത്തിൽ പോയി മരിച്ചല്ലോ കഴിഞ്ഞ മുമ്പത്തെ മാസം. ഞാൻ നേരിട്ട് അവിടെ പോയി സന്ദർശിച്ചല്ലോ. ഇതുപോലെ തന്നെ ST കുടുംബമാണ്, പാവപ്പെട്ടവരാണ്. ഞാൻ നേരിട്ട് സന്ദർശിച്ചല്ലോ. സ്വാഭാവികമായിട്ട് ഇവിടെ സംബന്ധിച്ച് ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നേതാക്കന്മാരും ഇവിടെ ഉണ്ടാവും. അതിൻ്റെ ഭാഗമായി ഇവിടെ തൊട്ടടുത്ത് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ വന്നിട്ടില്ലെങ്കിൽ അതൊരു മോശമല്ലേ? അതാണ് ഇതിനെ കാണേണ്ട കാര്യം. അല്ലാതെ ഇത് തീർച്ചയായിട്ടും ആ കാര്യങ്ങൾ ഗവൺമെൻറ് പരിശോധിക്കും. അത് കൂടുതൽ അന്വേഷണത്തിന് ശേഷമേ നമുക്ക് പറയാൻ വേണ്ടി പറ്റുള്ളൂ. ഇയാൾക്ക് സ്ഥിരമായിട്ട് ഇങ്ങനെ നാട്ടുകാർ പറയുന്നത് സ്ഥിരമായിട്ട് ഈ ജാതി പരിപാടി ഉണ്ടെന്നാണ് പറയുന്നത്. ഒരു ബിസിനസ്സായിട്ട് തന്നെ ഈ കാര്യത്തെ അയാൾ കൈകാര്യം ചെയ്യുന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അല്ലാതെ ഞങ്ങളുടെ പാർട്ടി ഈ ഒരു കാര്യത്തെ തുടക്കത്തിലെ രാഷ്ട്രീയപരമായി ഞങ്ങൾ കണ്ടിട്ടില്ല. ഒരു സംഭവം ഉണ്ടായി, പക്ഷേ രാഷ്ട്രീയപരമായിട്ട് ഞങ്ങൾക്കെതിരെ തിരിച്ചു വിട്ടത് ഇവിടുത്തെ കോൺഗ്രസും UDF ആണ്. അന്ന് രാത്രി ഞങ്ങളുടെ നേതാക്കന്മാരെല്ലാം അവർ തടഞ്ഞു വെച്ചത് ഞങ്ങളെല്ലാവരും കണ്ടതല്ലേ, ഞങ്ങൾ പറഞ്ഞു. പക്ഷേ ഈ പ്രതി കോൺഗ്രസ്സുകാരനായപ്പോൾ അവരുടെ തനി രാഷ്ട്രീയ സ്വഭാവം നമുക്ക് മനസ്സിലാക്കാനും സാധിച്ചു. രണ്ട് മൂന്ന് കൊല്ലം മുമ്പ് തന്നെ ആ കാര്യങ്ങൾ എൻ്റെ ശ്രദ്ധയിലുണ്ട്. മന്ത്രിയാകുന്നതിൻ്റെ മുമ്പ് തന്നെ ആ വിഷയങ്ങൾ ശ്രദ്ധയിൽപ്പെട്ട വിഷയമാണ്. അവിടെ നമ്മളൊരു നിരീക്ഷണവും അന്വേഷണമൊക്കെ തന്നെ നമ്മുടെ ശ്രദ്ധയിലുള്ള കാര്യമാണ്. അവിടെ നിരന്തരമായിട്ട് മരണം, ആത്മഹത്യ ഇങ്ങനെ കാര്യങ്ങൾ അവിടെ തുടർന്ന് വരുന്നത്. പക്ഷേ കൂടുതൽ പരിശോധനയിൽ നമ്മൾ ആ കുടുംബത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു പുനരധിവാസ പദ്ധതിയിൽ അതാണ് അവർക്ക് ഭൂമി മേടിച്ചു കൊടുത്ത് അതിൽ വീട് വെച്ച് കൊടുത്ത് അവരെല്ലാവരെയും അങ്ങോട്ട് താമസം മാറ്റി അതിനുശേഷം ജീവിക്കാനായിട്ട് അവർക്ക് തൊഴിൽ മാർഗമെന്ന നിലയ്ക്ക് എല്ലാവർക്കും പശുക്കളെ 50ഓളം പശുക്കളെ അവർക്ക് കൊടുത്തു. ഇതെല്ലാം കാര്യങ്ങളെല്ലാം ചെയ്തു. അവർക്ക് ഭൂമി മേടിച്ചു കൊടുത്തു, വീട് വെച്ച് കൊടുത്തു, സ്വന്തം ജീവിത മാർഗത്തിന് പശു ഫാം അല്ലെങ്കിൽ പശു വളർത്താൻ വേണ്ടിയിട്ട് 50ഓളം പശുക്കളെ നമ്മൾ കൊടുത്തു. പക്ഷേ എന്നിട്ടും ഇത്തരം ഒരു സംഭവം അവിടെ നിരന്തരമായിട്ട് ഉണ്ടാവുന്നു എന്നുള്ളത് അതൊരു പരിശോധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ആ കാര്യങ്ങൾ നേരത്തെ തന്നെ ശ്രദ്ധയിലുള്ളൊരു കാര്യമാണ്. ഇപ്പോഴാണ് വീണ്ടും അവിടെ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്.